മലയാളികൾ ഏറെ പേരും അബ്രപാളിയിൽ മാത്രം കണ്ട് പരിചയമുള്ള വരിക്കാശ്ശേരി മനയുടെ മുന്നിലാണ് ഞാൻ ഇന്നുള്ളത്. 1987 പുറത്തിറങ്ങിയ തീർത്ഥം എന്ന ചിത്രത്തിൽ തുടങ്ങി 2024 ഇറങ്ങിയ ഭ്രമയുഗം എന്ന ചിത്രത്തിൽ വരെ എത്തി നിൽക്കുന്നു ഈ മനയും മലയാള സിനിമയും തമ്മിലുള്ള ബന്ധം. ഏകദേശം 200-ലധികം ചിത്രങ്ങൾക്ക് വേദിയായ ഈ മനയെ മലയാള സിനിമയുടെ ഈറ്റില്ലം എന്നാണ് വിളിക്കുന്നത്. തീർത്ഥം, ദേവാസുരം, തൂവൽ കൊട്ടാരം, കഥാനായകൻ, ആറാം തമ്പുരാൻ, ഉസ്താദ്, നരസിംഹം, രാവണപ്രഭു, ചതിക്കാതെ ചന്തു, രാപ്പകൽ, അനന്തഭദ്രം, ചന്ദ്രോത്സവം, സൂഫി പറഞ്ഞ കഥ, ഹലോ, മാന്ത്രികൻ, രുദ്രസിംഹാസനം, ദ്രോണ, കാര്യസ്ഥൻ, ബോഡിഗാർഡ്, കാവലൻ, മാടമ്പി, പ്രേതം 2, ആറാട്ട്, ഭ്രമയുഗം തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത ഒറ്റപ്പാലത്തിനടുത്തുള്ള മനിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. തീർത്ഥം എന്ന ചിത്രമാണ് ഇവിടെ ആദ്യമായി ചിത്രീകരിച്ചതെങ്കിലും ഈ മന ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് IV ശശിയുടെ ദേവാസുരം എന്ന ചിത്രത്തിലൂടെയാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ മീശ പിരിച്ച് അരങ്ങുവാണ് പൂമുഖം. ഭാനുമതി രോക്ഷാഗ്നിയോടെ താണ്ഡവമാടി തീർത്ത ഈ പൂമുഖം മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. ഈ മനയുടെ വേറൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ പൂമുഖത്തിൻ്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ആദ്യം മനയ്ക്ക് ഈ പൂമുഖം ഇല്ലാതെയാണ് പണിതത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പൂമുഖം കൂടി പണിത് ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയത്. പൂമുഖവാതിലിന്റെ ഇരുവശത്തും മനോഹരമായ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാതിലുകളിൽ അതിമനോഹരമായ കൊത്തുപണികളാൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഈ വാതില് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അകത്തേക്ക് പ്രവേശിക്കാൻ സൈഡിലൊരു വാതില് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. തടിയിൽ തീർത്ത മച്ചും തൂണുകളും അതിലെല്ലാം കൊത്തുപണികളും പിന്നെ ഈ പൂമുഖവും എല്ലാം കൂടി ചേരുമ്പോൾ ഈ മന ആഢ്യത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമായി മാറും. 1902 വരിക്കാശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന വ്യക്തിയാണ് ഈ മന പണി കഴിപ്പിച്ചത്. ഇപ്പൊ ഏതാണ്ട് 123 വർഷത്തെ പഴക്കമുണ്ട് ഈ മനയ്ക്ക്. ഇനി നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നേരെ മനയുടെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ചെല്ലുന്നത് നടുമുറ്റത്തേക്കാണ്. ഈ മന ഒരു 4 4 സൈഡുകളും മുറികളുള്ള നടുക്ക് തുറസായ മുറ്റം ഉള്ളതിനെയാണ് 4 എന്ന് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ നടുമുറ്റത്തിന്റെ 4 ദിശകളിലുമുള്ള മുറികളെ ആ ദിശയുടെ പേരിൽ പറയപ്പെടുന്നു. തെക്ക് വശത്തുള്ള മുറി തെക്കിനി, പടിഞ്ഞാറുള്ളത് പടിഞ്ഞാറ്റിനി, കിഴക്കുള്ളത് കിഴക്കിനി, വടക്കുള്ളത് വടക്കിനി. അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള വരാന്തകളെയും അങ്ങനെ തന്നെ ദിശ ചേർത്ത് പറയും. വടക്കിനി കോല, തെക്കിനി കോല, പടിഞ്ഞാറ്റിനി കോല, കിഴക്കിനി കോല എന്നൊക്കെ. നമുക്ക് കേട്ട് ഏറ്റവും പരിചയമുള്ളത് തെക്കിനിയാണ്. തെക്കിനിയും നാഗവല്ലിയും. അപ്പോൾ നിങ്ങൾ ഇനി എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഇതുപോലുള്ള 4 താമസിക്കാൻ കിട്ടുവാണെങ്കിൽ തെക്കിനിയിലെ മുറിയാണ് കിടക്കാൻ കിട്ടുന്നതെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട, ധൈര്യമായിട്ട് കിടന്നു. തെക്ക് വശത്തായതുകൊണ്ട് ആ മുറിയെ തെക്കിനി എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പ്രേതബാധയുള്ള മുറികളൊന്നുമല്ല ഈ തെക്കിനി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഒരുപാട് സന്ദർശകരുണ്ട് ഇന്ന്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ തറവാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രതീതിയാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. കൂട്ടത്തിൽ അതെല്ലാം പകർത്തിക്കൊണ്ട് ഞാനും. ഈ കാണുന്ന സ്ഥലം കണ്ടോ, ആ പൂമുഖത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത് ഇവിടേക്കാണ്. ഇപ്പോഴത്തെ നമ്മുടെ വീടുകളിലെയൊക്കെ ലിവിംഗ് റൂം ഏരിയ. ഇത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള മനയായതുകൊണ്ട് ഈ ഏരിയയെ നമുക്ക് പടിഞ്ഞാറ്റിനി എന്ന് വിളിക്കാം. അവിടെയും മ്യൂറൽ പെയിന്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനൊക്കെ നല്ല തിക്കും തിരക്കുമാണ്. ഒരു വിധത്തിൽ കൈയും കാലും ഒക്കെ പിടിച്ചാണ് ആളുകളെ ഒന്ന് മാറ്റി ഈ വീഡിയോ എടുത്തത്. ഈ തൂണുകളിലൊക്കെ കൊത്തുപണികൾ ധാരാളം കാണാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ വാതിലുകളിൽ ഈ തൂണുകളെല്ലാം തടിയിൽ തീർത്തതാണ്. ഈ നടുമുറ്റത്ത് വെച്ചിട്ടാണ് മാടമ്പി എന്ന ചിത്രത്തിലെ കല്യാണ കച്ചേരി എന്ന പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ചന്ദ്രോത്സവത്തില് മുറ്റത്തെത്തും തെന്നലെ എന്നുള്ള പാട്ടില് ഈ നടുമുറ്റം മുഴുവൻ വെള്ളം നിറച്ച് അതിലെ ആമ്പൽച്ചെടിയിട്ട് വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ഈ പാട്ടുകളൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. അങ്ങനെ ഈ 4 നടുമുറ്റത്ത് നിന്ന് അകത്ത മുറികളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഉൾഭാഗം വരുന്നത്. വളരെ വിശാലമായ വലിയ മുറികളാണ്. നമ്മൾ ഈ മന കാണുമ്പോൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും വലിയ വീടുകൾ പണിയുന്നത്. അതിന് കാരണം അന്ന് ഇന്നത്തെ പോലെ അണുകുടുംബമല്ല, കൂട്ടുകുടുംബങ്ങളായാണ് താമസം. ഈ മനയിലെ ഏതാണ്ട് 250 അംഗങ്ങൾ താമസിച്ചിരുന്നുവെന്നാണ് പുറത്തിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞത്. തെള്ളിയതാണോ എന്നറിയില്ല, എന്നാലും ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്.
അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും പേർക്ക് താമസിക്കാൻ ഈ വലിപ്പം മതിയാകുമോ എന്ന് വേണം ചിന്തിക്കാൻ. ഇത് അടുക്കള ഭാഗമാണ്. ഒരു ആട്ടുകല്ലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. രാപ്പകൽ എന്ന ചിത്രത്തിൽ ഒരു പാട്ടിനകത്ത് മമ്മൂട്ടി ഇതിലിട്ട് അരിയാട്ടുന്ന ഒരു സീനൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അകത്തു നിന്ന് തന്നെ കോരിയെടുക്കാവുന്ന വിധത്തിലാണ് കിണറിന്റെ സ്ഥാനം. 2 ഭാഗത്തു നിന്നും ഒരേ സമയം വെള്ളം കോരാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് പണിതു വെച്ചിരിക്കുന്നത്. പഴയ കാലത്തെ തടി കൊണ്ടുള്ള കപ്പികളൊക്കെ കാണാം. ഈ ഒരു അടുക്കള ഭാഗം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് രാപ്പകൽ എന്ന ചിത്രത്തിലൂടെയാണ്. അതിൽ മമ്മൂട്ടിയും നയൻതാരയും 24 മണിക്കൂറും അടുക്കളയിൽ തന്നെയാണ്. കാര്യസ്ഥരാണല്ലോ. ഓരോ മുറികളുടെയും ഉള്ളിൽ നിന്നാണ് അടുത്ത മുറിയിലേക്കുള്ള വാതിലുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ താഴത്തെ നിലയിൽ മാത്രമേ ആളുകൾക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. മേളോട്ടുള്ള മുറികളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ അഴികൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാറ്റും വെളിച്ചവും ഒക്കെ അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു വെന്റിലേഷൻ സിസ്റ്റമാണ്. ക്രോസ് വെന്റിലേഷൻ എന്ന് പറയും. തടിയിലും ചെങ്കല്ലിലും തീർത്തിട്ടുള്ള ഒരു അതിമനോഹരമായ നിർമ്മിതിയാണ് ഈ മന. ഈ കാണുന്നതാണ് പത്തായപ്പുര. മംഗലശ്ശേരി നീലകണ്ഠൻ ഭാനുമതിക്ക് താമസം ഒരുക്കി കൊടുത്ത പത്തായപ്പുര. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തില് മഞ്ജു വാര്യർ ചെയ്ത ദേവപ്രഭയുടെ കൊട്ടാരമായി കാണിക്കുന്നതും ഈ പത്തായപ്പുരയാണ്. ഈ പത്തായപ്പുരയുടെ മുൻഭാഗം 8 തൂണുകളിലായി കമാനങ്ങൾ കൊടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട 4 കെട്ട് തനത് കേരളീയ വാസ്തുവിദ്യ ശൈലിയിലാണെങ്കിൽ ഇവിടെ കാണുന്നത് ഒരു കൊളോണിയൽ സ്റ്റൈലാണ്. മുൻഭാഗത്ത് ഒരു നെടുനീളൻ വരാന്ത കൊടുത്തിട്ടുണ്ട്. ഇവിടെ കസവും മുണ്ടും കസവ് സാരിയും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. പത്തായപ്പുരയുടെ മുകളിലേക്ക് ആളുകൾക്ക് പ്രവേശനമുണ്ട് കേട്ടോ. തടിയിൽ തീർത്ത ഗോവണികൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രധാന 4 കെട്ടിന്റെ വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. അകത്തെ മുറികളെല്ലാം നെടുനീളത്തിൽ പണിതിട്ടിരിക്കുകയാണ്. ഇതിൽ ഒരു മുറിയാണ് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ ബെഡ്റൂമായിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ നിന്നുള്ള കിൻഡൽ കണക്കിന് നെല്ലുകളും മറ്റ് ധാന്യങ്ങളും ഒക്കെ ശേഖരിച്ചിരുന്ന ഒരു പത്തായപ്പുരയാണിത് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് 4 കെട്ടിന്റെ ഒരു അതിമനോഹരമായ ദൃശ്യം. എന്ത് ഐശ്വര്യ കാണാൻ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ മനയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഒക്കെ കാണാനാണ്. ഈ കാണുന്നതാണ് കുടുംബക്ഷേത്രം. ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. രാവിലെ 5:30 മുതൽ 9 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയുമാണ് നട തുറക്കൽ സമയം. 3 പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. കൃഷ്ണന്റെ ഒരു പ്രതിഷ്ഠ, ശിവഭഗവാന്റെ ഒരു പ്രതിഷ്ഠ, പിന്നെ അയ്യപ്പസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ. ഇതിലാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത്. ഇതാണ് ഇവിടുത്തെ കുളം. ഈ കുളം ഒരുപാട് സിനിമകളിൽ കണ്ട് എല്ലാവർക്കും പരിചിതമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി പ്രത്യേകം 2 കടവുകളൊക്കെയായി തിരിച്ചിട്ടുണ്ട് ഇവിടെ. കുളക്കടവിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. കേരളത്തിലെ പഴക്കമേറിയ പാരമ്പര്യമുള്ള നമ്പൂതിരി തറവാടുകളിൽ ഒന്നാണ് ഈ വരിക്കാശ്ശേരി മന. കാലവും കാലഘട്ടങ്ങളും ഒക്കെ മാറുമ്പോഴും മനയുടെ ഐതിഹ്യവും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് ഹരിദാസ് എന്ന മനയുടെ ഉടമസ്ഥൻ ഇതിനെ പരിപാലിച്ചു പോരുന്നു. അരമന ഗ്രൂപ്പ് രൂപീകരിച്ച ട്രസ്റ്റിന്റെ കീഴിലാണ് മന ഇപ്പോൾ. വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കും മറ്റ് പരസ്യ ചിത്രീകരണത്തിനുമൊക്കെയായി ആളുകൾ ഈ മന എപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഷൂട്ടിങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ആളെ പ്രവേശിപ്പിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വരിക്കാശ്ശേരി മനയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.